ഹലോ, എല്ലാവർക്കും എൻ്റെ നവരാത്രി ആശംസകൾ. ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കാം. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം വേണ്ടുന്നത് കുറച്ച് ശർക്കര വേണം, കുറച്ച് കപ്പലണ്ടി വേണം, ഹാഫ് ആപ്പിൾ മുറിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ മുന്തിരി വേണം, കുറച്ച് മുന്തിരി കേട്ടോ, കുറച്ച് ബദാം, കുറച്ച് കശുവണ്ടി, പിന്നെ ഒരു പഴം കേട്ടോ, ഒരു പഴം, ഒരു 4 ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് എടുത്തിരിക്കുകയാണ്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം കുറച്ച് കേട്ടോ, പിന്നെ തൈരിലാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ. തൈരിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് പാല് ചേർക്കത്തില്ല, തൈര്, അപ്പോൾ വെള്ളം മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന വിധം പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമ്മൾ മിക്സിയുടെ ജാറെടുത്തു. ഈ ജാറിലേക്ക് കപ്പലണ്ടി ഇട്ടു, ആപ്പിളിട്ടു, ശർക്കര ഇട്ടു, ബദാം, കശുവണ്ടി, കിസ്മിസ് ഇതെല്ലാം ഇട്ടു. ഈന്തപ്പഴം ഇട്ടു, പഴം ഇട്ടു, കുറച്ച് പെരുംജീരകം കേട്ടോ. ഇത് മൊത്തം ഇട്ടു, തൈര് മാത്രമേ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് അതിലൊരു ഗ്ലാസ് വെള്ളം ഒഴിക്കണേ. ഇത്രയും വെള്ളം ഒഴിച്ചു കേട്ടോ. ഇത്രയും വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതടിക്കാൻ. ഇതെല്ലാം അരച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേണ്ടുന്നത് ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിക്കും. തൈര് ഒഴിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ടാൽ മതി, അടിക്കരുത് കേട്ടോ. എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇത് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഉപ്പും അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പം ഇത് ഗ്ലാസ്സിലേക്ക് എടുക്കുകയാണ്. ഗ്ലാസ്സിലേക്ക് എടുത്തു കണ്ട. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി കൂടിയ ജ്യൂസാണ് കേട്ടോ. ഇത് 7 ദിവസം കുടിച്ചിട്ടുണ്ടെങ്കിൽ, മാസത്തിൽ 7 ദിവസം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ക്ഷീണവും മാറും. നമുക്ക് എല്ലാ ഇതും കിട്ടും, എല്ലാ ശക്തിയും, ക്ഷീണം മാറിയിട്ട് ശക്തിയും ഒരു എനർജിയും എല്ലാം കിട്ടും കേട്ടോ. അപ്പം ഇത് എല്ലാവരും കഴിക്കും കേട്ടോ. സന്തോഷത്തോടുകൂടി ഇത് കഴിക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഓക്കെ, ഇന്ന് ഇതാണ് നവരാത്രി ആശംസകൾക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്ന ജ്യൂസ്. ഹെൽത്തി ജ്യൂസാണ് കേട്ടോ ഇത് കേട്ടോ. ഏറ്റവും ശക്തി കൂടിയ ജ്യൂസാണിത് കേട്ടോ. ഇതെല്ലാവരും കഴിക്കണം. സന്തോഷത്തോടുകൂടി കഴിച്ച് എനിക്ക് പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഇന്ന് തന്നെ വരുന്നുണ്ട് കേട്ടോ.